നിങ്ങൾ കാണുന്ന ചെമ്മലമരം കരിന്തണ്ടൻ മൂപ്പന്റെ ആത്മാവിനെ ചെമ്മലയിൽ തളച്ചു എന്ന് ഐതിഹ്യമുള്ള ചെമ്മലമരം. കോഴിക്കോട് നിന്ന് താമരശ്ശേരി ചുരം കടന്ന് ലക്കിടിയിലെത്തിയാൽ ഈ സ്മാരകം ദർശിക്കാം. കോഴിക്കോട് നിന്ന് വരുന്നവർക്ക് ചുരം കഴിഞ്ഞപാടെ ഇടതുഭാഗത്തായി കരിന്തണ്ടൻ മൂപ്പന്റെ വലിയ തലയുയർത്തി നിൽക്കുന്ന ശില്പത്തിനൊപ്പം ചെമ്മലമരം ദർശിക്കാം. ഈ ചെമ്മലമരത്തിന്റെ കഥയ്ക്ക് ഒരു ഐതിഹ്യമുണ്ട്. എഴുതപ്പെട്ട രേഖകളിലൊന്നും ലഭ്യമല്ലെങ്കിലും ആദിവാസികളുടെ വായ്മൊഴിക്കഥകളിലൂടെ തലമുറകളായി പകർന്ന അറിവ് മാത്രമാണ് നിലവിലുള്ളത്. കോഴിക്കോട് നിന്ന് ചുരം വഴി വയനാട്ടിലേക്കും അതുവഴി മൈസൂരിലേക്കും ഒരു പാത നിർമ്മിക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചെങ്കിലും നടന്നില്ല. വയനാടൻ കാടിനെയും ഭൂപ്രകൃതിയെയും നന്നായറിയുന്ന അടിവാരം ചിപ്പിലത്തോട് ഭാഗത്തുള്ള ആദിവാസി മൂപ്പനായ കരിന്തണ്ടന്റെ സഹായത്തോടെ ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ പുതിയ വഴി കണ്ടെത്തി എന്നാണ് പറയപ്പെടുന്നത്. കേവലനായ ഒരു ആദിവാസിയുടെ സഹായം തേടേണ്ടി വന്നു എന്ന നാണക്കേട് മറക്കാനും മറ്റാർക്കെങ്കിലും ഈ വഴി കാട്ടിക്കൊടുക്കുമോ എന്ന ഭയം കൊണ്ടും കരിന്തണ്ടനെ ചതിച്ചു കൊന്നു എന്നാണ് ഐതിഹ്യം. ചതിയാൽ മരണപ്പെട്ട കരിന്തണ്ടന്റെ ആത്മാവ് അലഞ്ഞു നടന്നു എന്നും ചുരം വഴി കടന്നുപോകുന്ന കാളവണ്ടികളും മറ്റു വാഹനങ്ങളും അപകടത്തിൽപ്പെട്ടുവെന്നും ഒടുവിൽ പ്രശ്നവിധിയായി ആത്മാവിനെ തളച്ചുവെന്നും ആദിവാസികൾ വിശ്വസിക്കുന്നു. ഇതാണ് ഐതിഹ്യം. ആ ആത്മാവിനെ ഒരു ഇമ്പു ചെമ്മലയാൽ ബന്ധിച്ച മരമെന്ന് വായ്മൊഴി അറിയപ്പെടുന്ന ചെമ്മല മരമാണിത്. കരിന്തണ്ടൻ സ്മാരകമായി ഇവിടം സംരക്ഷിക്കുന്നു. കരിന്തണ്ടൻ 1750 മുതൽ 1799 വരെ ജീവിച്ചിരുന്നതായി കരുതുന്നു. ചെമ്മലമരത്തിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. അവലംബം: കരിന്തണ്ടൻ സിനിമ. വിക്കിപീഡിയ.